ഹായ് വിവേഴ്സ്, ഗോബൂസ് കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഷെയർ ചെയ്യണം, കമന്റുകൾ എഴുതണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ കാണുമ്പോഴേ ഇതിനു മുൻപുള്ള 6 വീഡിയോസ് ഉണ്ട്. അത് ഞങ്ങൾ 7 പാർട്ടുകളായിട്ടാണ് ഈ കാശി യാത്ര കാണിച്ചിരിക്കുന്നത്. അതും കൂടി കാണുക, എങ്കിലാണ് ഒരു പൂർണ്ണത ലഭിക്കുന്നത്. കാശി യാത്രയുടെ അവസാന ഭാഗമായ നൈമിഷാരണ്യമാണ് ഈ വീഡിയോ. അയോധ്യയിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് നൈമിഷാരണ്യത്തിലേക്കുള്ള യാത്രാമധ്യേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഒരു ധാബയിൽ കയറി നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. വളരെ സുഖകരമായ ഒരു അന്തരീക്ഷത്തിലിരുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നൈമിഷാരണ്യത്തിലേക്കുള്ള യാത്ര തുടരുന്നു. എല്ലാവരും എല്ലാ ദിവസങ്ങളെല്ലാം കഴിഞ്ഞു പോയാലും ഒരു സങ്കടത്തിലിരിക്കുകയാണ്. ഇന്നോടുകൂടി ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ ചെറിയ വണ്ടികളിലാണ് യാത്ര തിരിച്ചത്. കാരണം ചില റോഡുകളൊക്കെ വീതി കുറഞ്ഞ റോഡുകളായതുകൊണ്ട് ഓട്ടോറിക്ഷകൾ ഇവിടുത്തെ ഓട്ടോറിക്ഷ പോലെയല്ല, വേറെ ഒരു ഷേപ്പിലാണ്. അത് 8 പേരെ വരെയൊക്കെ അവർ കയറ്റും. ആ ഓട്ടോറിക്ഷകളിലാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോയത്. ആദ്യം ബാലാജി മന്ദിറിലാണ് എത്തിയത്. അവിടെ ഒരു തിരുമലദേവന്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടെ മഹാലക്ഷ്മിയും ഉണ്ട്. അവിടെ ഒരു ഗോശാലയുണ്ട്. ധാരാളം പശുക്കളും പശുക്കിടാങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. ആ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള പാല് ഒക്കെ ഇവിടെ നിന്നാണ് അവരെ എടുക്കുന്നത്, വളരെ ശുദ്ധമായിട്ട്. ഇത് നൈമിഷാരണ്യത്തിലെ ത്രിശക്തി പീഠ എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമാണ്. ഒരു നല്ല മനോഹരമായ പ്രതിമകൾ അവിടെയുണ്ട്. വിഷ്ണുവിൻ്റെ, ദുർഗയുടെ, ശിവന്റെ, അങ്ങനെ മനോഹരമായ പ്രതിമകൾ എല്ലാം അവിടെയുണ്ട്. 3 പ്രതിഷ്ഠകളുണ്ട്, ത്രിമൂർത്തികൾ. അതാണ് ത്രിശക്തി പീഠ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു അന്തരീക്ഷമാണ് ആ ക്ഷേത്രത്തിൻ്റേത്. പുതിയതായിട്ട് നിർമ്മിച്ച ഒരു പുരാതനമായ ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നില്ല. അത് റീസെൻ്റ്ലി ഒക്കെ ആയിരിക്കും കൺസ്ട്രക്റ്റഡ് തോന്നുന്നു അത് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ വളരെ മനോഹരമായ രീതിയിൽ അത് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ക്ഷേത്രവും പരിസരവും ആരെയും ആകർഷിക്കുന്ന ഒരു രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങളവിടെ എല്ലാം കുറേ നേരം ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടു. ആ ക്ഷേത്രത്തിൽ തെലുങ്കിലാണ് എല്ലാം എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് ആന്ധ്രാഭവനിൻ്റെ ക്ഷേത്രമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന് ശേഷം ഞങ്ങൾ പോയത് ഹനുമാൻഗാറി എന്ന ക്ഷേത്രത്തിലേക്കാണ്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണിത്. ഹനുമാൻ ശ്രീരാമഭഗവാനെ പാതാളത്തിൽ നിന്ന് വരുന്നതായിട്ടാണ് ഇവിടുത്തെ സങ്കല്പം. ശ്രീരാമഭഗവാനെയും ലക്ഷ്മണനെയും ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു രൂപത്തിലുള്ള ഒരു പ്രതിമയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നൈമിഷാരണ്യം, നിംഖാർ എന്നറിയപ്പെടുന്ന നൈമിഷാരണ്യം വളരെ പ്രസിദ്ധമായ ഒരു വനപ്രദേശമായിരുന്നു പണ്ട്. ഇപ്പോഴും പ്രസിദ്ധമാണ്. ഏതാണ്ട് 88,000 ഋഷിമാർ ഇവിടെ തപസ് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വളരെ പരിപാവനമായൊരു സ്ഥലമാണ് ഇത്. ഇവിടം വ്യാസഗഡി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ വെച്ചാണ് ശ്രീരാമ ഭഗവാൻ അശ്വമേധയാഗം നടത്തിയതും. അതുപോലെ ശ്രീ വേദവ്യാസൻ ഇവിടെ വെച്ചാണ് 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും 4 വേദങ്ങളും എഴുതിയത് എന്നും വിശ്വസിക്കുന്നു. ഒറ്റ പ്രാവശ്യം കൊണ്ട് ശ്രീമദ് ഭാഗവതം മുഴുവനും ആദ്യമായി ചൊല്ലിയത്. സംവാദോ നാരദാജയോ ഉദ്ധാരണേ ഷഡരൂപാചയാത്രീണാം ആദ്യാ പ്രകൃതിരുത്തമാ അവതാരോ ഭഗവതഃ കപിലസ്യ മഹാത്മനഃ
देवहूत्याच्च संवादः कपिलेन च धीमतः नवब्रह्मसमुत्पत्तिः दक्षयज्ञविनाशनम् ततः प्रयव्रतम् द्विजा तस्य च ततो जीवसमुद्रादेहो देवासुरनराः दिव्यङ्गजगादयः स्वार्थस्य जन्मनिधनम् प्रयोजनिते द्विजा आमलालचरितम् यदिन्द्रस्य विमोहाजन्मसर्वंशः तद्युम्नस्य महात्मनः इडोपाख्यानमत्रोक्तम् तारोपाख्यानमेव च सूर्यः सौगन्ध्यं चात्रशर्यादेः ഞങ്ങളും ഇവിടെ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്തു. നാരായണായേതി സമർപ്പയാമി. ഇത്രയും പരിപാവനമായ ഒരു സ്ഥലത്ത് പോകാൻ സാധിച്ചത് ഞങ്ങളുടെ മുജ്ജന്മ സുഹൃതമാണ്. ഇത് ശ്രീ മഹാസുദർശന നരസിംഹ ഭഗവാന്റെ പ്രതിഷ്ഠയാണ്. അവിടെ എല്ലാവരും വലം വെക്കണം എന്നാണ് അവിടുത്തെ ശാസ്ത്രം. 23,000 വർഷം ഇവിടെ മനുവും സദ്രൂപയും പത്നിയായ സദ്രൂപയും തപസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ അവർക്ക് ദർശനം നൽകിയ സ്ഥലമാണിത്. വിധി, ഹരി, ഹർ, ബ്രഹ്മാവ്, വിഷ്ണു, പരമശിവൻ ഇവർക്ക് മനുവിനും ഭാര്യ സദ്രൂപയ്ക്കും ദർശനം നൽകിയ സ്ഥലമാണ് ഇത്. അവിടെയാണ് ഈ പ്രതിമകൾ വെച്ച് പൂജിക്കുന്നത്. സൃഷ്ടിയുടെ പ്രഥമ സ്ത്രീ പുരുഷന്മാരായിട്ടാണ് മനുവിനെയും സദ്രൂപയെയും കണക്കാക്കുന്നത്. ഇവിടെ നമുക്ക് ബ്രഹ്മപാദം, വിഷ്ണുപാദം, ശിവപാദം ഇതെല്ലാം ദർശിക്കുവാൻ സാധിക്കും. മനുവും സദ്രൂപയും തപസ് ചെയ്ത സ്ഥലമാണ് ഇത്. നൈമിഷാരണ്യത്തിലെ മറ്റൊരു പ്രധാന സ്ഥലമാണ് ചക്രതീർത്ഥം. പണ്ട് ഋഷിമാർ തപസ് ചെയ്തിരുന്ന സ്ഥലമാണ്. ഡിവൈൻ എനർജി നിറഞ്ഞിരുന്ന സ്ഥലം നോക്കി അവര് ഇങ്ങനെ നടന്നു. അപ്പൊ ബ്രഹ്മാവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചക്രം എറിയുകയും അതിനെ പിന്തുടർന്ന് അത് നിൽക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുവാൻ പറയുകയും ചെയ്തു. ആ ചക്രത്തിനുള്ളിൽ ജലം വന്ന് നിറഞ്ഞു. അങ്ങനെ ആ ജലം തുടർച്ചയായി പ്രവഹിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ജലപ്രവാഹം അനിയന്ത്രിതമായപ്പോൾ വീണ്ടും ബ്രഹ്മാവിനോട് അപേക്ഷിച്ചപ്പോൾ ഡിവൈൻ മദർ ലളിതാദേവി പ്രത്യക്ഷപ്പെടുകയും ആ ജലപ്രവാഹത്തെ നിയന്ത്രിക്കുകയും ചെയ്തു. ഈ സ്ഥലത്ത് ധാരാളം നീം ട്രീസ്, അതായത് വേപ്പ് മരങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് നൈമിഷാരണ്യം എന്ന പേര് വരുവാൻ ഇടയായത്. 8 സ്വയംഭൂ വ്യക്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇവിടെയുണ്ട്. ഇവിടെ വൃക്ഷങ്ങളായിട്ട് ഋഷിമാർ ഇപ്പോഴും വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദദീജി കുണ്ട് ഇവിടെയാണ്. ഇവിടെയുള്ള വിഷ്ണു ക്ഷേത്രത്തിന്റെ പേര് നൈമിഷനാഥ ദേവരാജ ക്ഷേത്രം എന്നാണ്. ഇവിടെ പണ്ട് കാലത്ത് പാണ്ഡവർ വസിച്ചിരുന്ന ഒരു കോട്ടയുണ്ട്. അതാണ് പാണ്ഡവകീല. ഇത് ലളിതാദേവി ക്ഷേത്രമാണ്. ഇത് ഈ ചക്രതീർത്ഥത്തിന് അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പവിത്രമായ സ്ഥലം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മുഴുവൻ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം തന്നെ. നാരദമുനി ഏറ്റവും പവിത്രമായ സ്ഥലമായിട്ട് നൈമിഷാരണ്യത്തെ പറഞ്ഞിട്ടുണ്ട്. പരിപാവനമായ പുരുഷസൂക്തം, നാരായണ ഉപനിഷത്ത്, ഭഗവത്ഗീത ഒക്കെ എഴുതിയ പ്രസിദ്ധമായ നൈമിഷാരണ്യത്തിൽ നിന്ന് തിരിച്ചു വന്ന് ഞങ്ങളിതാ ഭക്ഷണം കഴിക്കുന്നു. ഇനി മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. ലഞ്ച് ടൈമാണ്.
ലക്നൗ എയർപോർട്ടിലേക്കുള്ള യാത്രയാണ്. മണിക്കുട്ടൻ ചേട്ടൻ സഹയാത്രികർക്കും ഓർഗനൈസേഴ്സിനും ഒക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനും ഓരോ സഹയാത്രികർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പങ്ങളും കൂടാതെ ഈ യാത്ര ഇത്ര സക്സസ്ഫുള്ളായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. ഞങ്ങൾ ലക്നൗ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്ത് ഇരിക്കുകയാണ്. ചൗധരി ചരൺ സിംഗ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ലക്നൗ. ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ലക്നൗവിൽ നിന്ന് ഡൽഹിയിലേക്കാണ്. അവിടുന്ന് പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിക്കുള്ളത്. ഞാനല്ലേ ആദ്യം ഇങ്ങനെ മതി. ലക്നൗ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഡൽഹിയിൽ അതിഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു രാത്രിയിൽ. ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഡൽഹി ടു നെടുമ്പാശ്ശേരി ഫ്ലൈറ്റ്. ഡൽഹി ടു നെടുമ്പാശ്ശേരിക്കുള്ള ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു. അങ്ങനെ രാവിലെ 8:15 ഞങ്ങൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒരു ദൃശ്യം. सामान कक्ष को खोलते समय सावधानी बरतें। आपसे निवेदन है विमान से निकलने से पहले कृपया अपने सीट पॉकेट और ओवरहेड कंपार्टमेंट की जांच कर लें। അങ്ങനെ 10 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചെത്തി. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുമായി ഞങ്ങൾ ഞങ്ങളുടെ തീർത്ഥയാത്ര പൂർത്തീകരിച്ച് എത്തിയിരിക്കുന്നു. അങ്ങനെ എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങി ഞങ്ങൾ ഏർപ്പാട് ചെയ്തിരിക്കുന്ന വണ്ടിയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലഞ്ച് വേണ്ടവർ ലഞ്ചും പാക്ക് ചെയ്ത് വാങ്ങിച്ച് എല്ലാവരും വീട്ടിലേക്ക് എത്തി.
ഇനിയൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും.